ഒരു സ്ത്രീക്ക് തന്നെയാണ് മറ്റൊരു സ്ത്രീയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തായിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് തന്നെ സാധിക്കുള്ളൂ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എൻ്റെ പുറകെ വരുന്നവരും അതൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു മനസ്ഥിതി ചിലരിലെങ്കിലും നമുക്ക് കാണാം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തയായിട്ടുള്ള ഒരു അമ്മായിയമ്മയാണ് ഇവിടെ. ഇവരും ഇതേ രീതിയിൽ തന്നെയാണ്. ഇവർക്കും നല്ല സാരി ഉടുത്ത് വേറെ പുറത്തു പോകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളത് അവർക്കറിയാം. അതേ സങ്കടമാണ് ഇവളും അനുഭവിക്കുന്നത് എന്നുള്ളത് അമ്മായിയമ്മയ്ക്ക് അറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിയ നമ്മൾ ഒരു ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഒരു നായകൻ അല്ലെങ്കിൽ നായിക അവിടെ രൂപപ്പെടുന്നതെന്നും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഡയലോഗ്സ് പറഞ്ഞിട്ടുള്ളത് അമ്മയാണ്. അതെ അതെ, അമ്മ കുറുക്കി കൊള്ളുന്ന തരത്തിലുള്ള ഡയലോഗ്സ്, യെസ് ഇത് അവന് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട് ആ അമ്മായിമ്മ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഈ പറയുന്ന പോലെ ഒരു സ്ത്രീക്ക് തന്നെയാണ് മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ലൈഫിലുള്ള അമ്മായിയമ്മയും ഇതേപോലെ യെസ് ഇവൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ ഈ സമയത്താണ് വരിക, ആ സമയം അവൾ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മായിയമ്മയെ തന്നെയാണ് എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം അതും ഡെഫിനറ്റ്ലി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം പലരുടെയും കഴിവുകൾ ഒരാളെന്നുള്ളതല്ല, അത് നമ്മുടെ ചുറ്റുമുള്ള പലരും, നമ്മൾ ഈ അമ്മായിയമ്മ എന്നുള്ളത് ഒരു ബിംബമായി കാണുന്നു, പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആരായാലും വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഒക്കെ നമ്മുടെ കൂടെയുള്ള ആൾ വളരട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ കുടുംബം വളരുന്നത്, അല്ലേ? ആ ഒരു സ്നേഹം അവിടെ കുറച്ചുകൂടി ശക്തമാവുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ സുഹൃത്താവട്ടെ, നമ്മുടെ ഭർത്താവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാവട്ടെ, അവർക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, അതിൽ അവരുടെ 100% ആത്മാർത്ഥത അവർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാം.